നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി.വി. അൻവർ എം.എൽ.എയെ പൂട്ടാൻ ശ്രമിച്ചവർ വെട്ടിൽ. അൻവർ കൂടുതൽ കരുത്തനായി പുറത്തേക്ക്. ജയിലിൽ നിന്ന് മോശം അനുഭവം നേരിട്ടതായി പി.വി. അൻവർ എം.എൽ.എ. സാധാരണ തടവുകാർക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു കട്ടിൽ മാത്രമാണ് കിട്ടിയത്. വ്യക്തിപരമായി സംശയം തോന്നിയതിനാൽ ഉച്ചഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെന്നും പി.വി. അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ജയിലിൽ എല്ലാം മോശമാണെന്ന അഭിപ്രായമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എം.എൽ.എ. എന്ന നിലയിൽ കിട്ടേണ്ട പരിഗണന കിട്ടിയിട്ടില്ല. രാവിലെ ഒരു ചായയും ഒരു കഷ്ണം ചപ്പാത്തിയും കഴിച്ചു. ജയിലിൽ എല്ലാം മോശമാണെന്ന അഭിപ്രായം തനിക്കില്ല. തടവുകാരുമായി സംസാരിച്ചു. മോശമല്ലാത്ത രീതിയിൽ ജയിൽ അധികാരികൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നും പി.വി. അൻവർ പ്രതികരിച്ചു. സാധാരണ തടവുകാർക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു കട്ടിൽ മാത്രമാണ് അധികമായി അനുവദിച്ചത്. ഒരു തലയിണ ചോദിച്ചിട്ട് തന്നില്ല. വ്യക്തിപരമായി സംശയം തോന്നിയത് കൊണ്ട് ഉച്ചഭക്ഷണം കഴിച്ചില്ല. പലർക്കും വിഷം കൊടുത്തും കത്തിയെടുത്ത് കുത്തിയും ഒക്കെ കൊന്നു പരിചയമുള്ളവരാണല്ലോ. ചിലപ്പോൾ എന്റെ തോന്നലാവാം. എന്നാൽ സ്വാഭാവികമായി എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്നും അൻവർ പ്രതികരിച്ചു. തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് പിന്നിൽ സർക്കാരിന്റെ ഗൂഢാലോചനയെന്ന് പി.വി. അൻവർ എം.എൽ.എ. പറഞ്ഞു. കോടതി ഇടപെടൽ കാരണം സർക്കാരിന്റെ ലക്ഷ്യം നടന്നില്ല. പിണറായി കാലത്തെ ജയിൽ അനുഭവം അത്ര നല്ലതല്ലായിരുന്നു. ഒരു ദിവസത്തിനുള്ളിൽ ജീവനോടെ പുറത്തിറങ്ങാനായത് ഭാഗ്യമായാണ് കാണുന്നത്. അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ യു.ഡി.എഫ് നേതാക്കൾ നൽകിയ പിന്തുണ പിണറായി വിജയനെ പുറത്താക്കുന്നതിനായുള്ള അടുത്ത മുന്നേറ്റങ്ങളിലും വേണമെന്നും പി.വി. അൻവർ പറഞ്ഞു. അതേസമയം ജാമ്യം കിട്ടി ജയിലിന് പുറത്തിറങ്ങിയ പി.വി. അൻവർ എം.എൽ.എ. ഇന്ന് പുതിയ സമരപരിപാടികൾ പ്രഖ്യാപിക്കും. രാവിലെ 9 മണിക്ക് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒതായിയിലെ വീട്ടിലെത്തിയ അൻവറിനെ യു.ഡി.എഫിലെ അടക്കം ചില നേതാക്കൾ നേരിട്ട് കാണാനും സാധ്യതയുണ്ട്. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അൻവറിന്റെ ഉറ്റ അനുയായി ഇ.എ. സുഗുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അൻവറിനെതിരെ ചുമത്തിയ അതേ വകുപ്പുകളാണ് സുഗുവിനെതിരെയും എടുത്തിട്ടുള്ളത്. കേസിൽ 6ാം പ്രതിയാണ് സുഗു. സമരത്തിൽ പങ്കെടുത്ത മറ്റു പ്രതികളെയും ഉടൻ പിടികൂടാൻ നിലമ്പൂർ പോലീസ് ശ്രമിക്കുന്നുണ്ട്. നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പി.വി. അൻവർ എം.എൽ.എ. രാത്രിയിൽ തന്നെ വീട്ടിലെത്തിയിരുന്നു. രാത്രി 8:25 പുറത്തിറങ്ങിയ അൻവറിന് വഴിയിലുടനീളം പാർട്ടി പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരുന്നു. പൂമാലയും പൊന്നാടയും അണിയിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ അൻവറിനെ വരവേറ്റത്. പ്രവർത്തകർ നൽകിയ ഇളനീർ കുടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന അൻവറിന് ചങ്കുവെട്ടിയിൽ വെച്ചായിരുന്നു ആദ്യ സ്വീകരണം. പിന്നീട് മഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ DMK പ്രവർത്തകർ സ്വീകരണം ഒരുക്കി. ഇനി ഒറ്റയ്ക്കല്ലെന്നും ഒരുമിച്ചുള്ള പോരാട്ടമായിരിക്കുമെന്നും അൻവർ ഉറക്കെ പ്രഖ്യാപിച്ചു. UDF നേതാക്കളുടെ അനുകൂല പ്രതികരണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും വനഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നും അൻവർ പറഞ്ഞു. പിണറായി സർക്കാരിനെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യം. യോജിച്ച പോരാട്ടത്തിൽ ആരുമായും സഹകരിക്കും. ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ പിന്തുണ തേടുമെന്നും പി.വി. അൻവർ പറഞ്ഞു. വൈകിട്ടോടെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയെങ്കിലും ഉത്തരവും ബോണ്ടും ഉൾപ്പെടെ ജയിലിൽ എത്തിക്കാനുള്ള സമയവും നടപടിക്രമങ്ങളും നീണ്ടതോടെയാണ് ജയിൽ മോചനം വൈകിയത്. രാത്രി 7:45 അൻവറിന്റെ മോചനത്തിനുള്ള ബോണ്ടുമായി DMK സംസ്ഥാന കോർഡിനേറ്റർ VS മനോജ് കുമാർ മലപ്പുറം തവനൂരിലെ ജയിലിലെത്തിയത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി തവനൂരിലെ ജയിലിൽ നിന്നും അൻവർ പുറത്തിറങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.